കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ. ഈ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പരാമർശിച്ച പാപിയായ മനുഷ്യനെ ദൈവം ശിക്ഷിക്കുന്ന സ്ഥലമാണ് നരകം. ഈ ഭൂമിയിൽ മനുഷ്യൻ അവൻ്റെ അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മീയമായി മരിച്ചിരിക്കുന്നു. ഈ അവസ്ഥയിൽ മനുഷ്യൻ ഭൗതിക സുഖം അനുഭവിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ ഭൂമിയിൽ നടത്തുന്നു. അവൻ തൻ്റെ ആത്മീയ സ്ഥിതിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. വിസ്മൃതിയോടെ അവൻ നരകത്തിലേക്ക് നീങ്ങുന്നു. ഭൂമിയിൽ ഭൗതികമായ സന്തോഷമുണ്ട്, എന്നാൽ അവയെല്ലാം ക്ഷണഭങ്കുരമാണ്. നരകത്തിലേക്ക് ഉടനെ മാറ്റപ്പെടും. അവിടെ നിത്യമായ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അവിടെ അണയാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. ഈ നരകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ സ്വയം യാഗമായി തീർന്നു. എല്ലാവർക്കും വേണ്ടിയുള്ള പാപത്തിൻ്റെ ശിക്ഷ സ്വയം സഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവൻ നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. അവൻ്റെ വാസസ്ഥലം നരകമായിരിക്കില്ല, സ്വർഗമായിരിക്കും അവരുടെ വാസസ്ഥാനം. നരകശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന.